ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ചു കാലത്തിന് ശേഷമാണ് ഇതുപോലൊരു സിനിമ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥയുടെ അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളിങ്ങനെ ത്രില്ലടിച്ചിരിക്കും. എന്താ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കഥ തുടങ്ങിക്കഴിഞ്ഞ് അതിന്റെ ഒരു ത്രിൽ മൂഡിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് അധിക നേരമൊന്നും വേണ്ട കേട്ടോ. അതായത് ഒരു 4 പേര് ഏതോ ഒരാൾ ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരാളുടെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് 4 പേർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതൊരു ട്രാപ്പ് ആയിരുന്നു. ഇവരുടെ 4 പേരുടെയും ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ, വിവരങ്ങൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ വെച്ച് ഇവരെ 4 പേരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ അവിടെ വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം എന്തിനായിരുന്നു, ആരാണ് ഈ ചെയ്യിപ്പിച്ചത്, ഇതൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഞെട്ടും കേട്ടോ. നല്ലൊരു കഥയാണ്, അടിപൊളി ത്രില്ലറാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ എസ്തർ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ആ നാട്ടിലെ മേയറുടെ പേരാണ് ഈ എസ്തർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫേസ് വാല്യൂ ഉണ്ട്. പൊളിറ്റിക്കലി അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരാൾ കൂടിയാണ് ഈ എസ്തർ. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഹസ്ബൻഡ് അവളുടെ കൂടെ തന്നെ വീട്ടിലുണ്ട്. ജോലി ആവശ്യത്തിനായിട്ട് രാവിലെ തന്നെ അവളോട് ബായ് പറഞ്ഞ് ഹസ്ബൻഡ് പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എസ്തർ പോയിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് ചെക്ക് ചെയ്യാം. ആ ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. അതായത് എസ്തർ പ്രഗ്നന്റ് ആണ്. എന്നാൽ അത് കാണുന്ന സമയത്ത് ഒരു പെൺകുട്ടി സന്തോഷിക്കുകയല്ല വേണ്ടത്. എന്നാൽ അവളുടെ മുഖത്ത് ഒരു സങ്കടമായിരുന്നു, ഒരു വിഷമം. പെട്ടെന്ന് ഒരു ഹാലൂസിനേഷൻ എഫക്റ്റിലേക്ക് അവൾ പോവാണ്. വലിയൊരു പൂന്തോട്ടത്തിൽ അവൾ നിൽക്കുന്നത് പോലെ, കൂടുതൽ പ്രണയത്തോട് കൂടിയിട്ട് മറ്റാരോടോ സംസാരിക്കുന്നത് പോലെ അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. പിന്നീട് ഇവിടെ സീൻ കട്ടാവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എസ്തർ അവൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു ടാക്സി കാറിലാണ്. ഏതൊരാളുടെ ക്ഷണം കിട്ടി ഒരു ബംഗ്ലാവിലേക്കാണ് എസ്തർ പോകുന്നത്. അപ്പൊ ആ ടാക്സിക്കാരനത് മനസ്സിലായി. അയാൾ പറയണ, മാഡം നിങ്ങൾ ആ ഒരു ബംഗ്ലാവിലേക്കാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറിയ ആളൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? കാരണം അതിന്റെ ഓണർ എനിക്കറിയാം, ഒരു വലിയ മീഡിയ കമ്പനി നടത്തുന്ന ആളാണ്, കോടീശ്വരനാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു വലിയ വലിയ പാർട്ടികൾ നടത്താറുണ്ട്, ഞാനത് കാണാറുണ്ട്. വല്ലപ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ ഒന്ന് പോകണമെന്ന് വലിയ ആശയാണ്. പക്ഷേ എന്നെ പോലുള്ളവർക്കൊക്കെ അതൊരു സ്വപ്നം മാത്രമല്ല മാഡം. അവിടുത്തെ ആ ഒരു പാർട്ടിയുടെ ഒച്ചയും ബഹളും ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൊതി തോന്നും. അങ്ങനെ ഈ ടാക്സിക്കാരൻ നന്നായിട്ട് സംസാരിച്ച് വെറുപ്പിച്ചുകൊണ്ട് തന്നെ എസ്തറിനെ അവസാനം ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ ഇയാളുടെ കാർഡ് കൊടുക്കുന്നുണ്ട്. മേഡം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും എന്നെ വിളിച്ചാൽ മതി. ദാ ആ കാർഡിൽ നമ്പർ ഉണ്ട്, വിളിച്ചാൽ അപ്പം തന്നെ ഞാൻ ഇവിടെ എത്തുന്നു പറയാം. ഇത് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു ബംഗ്ലാവിലേക്ക് വന്നിട്ട് ഈ ബംഗ്ലാവിന്റെ എങ്ങോട്ടേക്ക് പോകണമെന്ന് എസ്തറിന് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും വലിയൊരു വീടായിരുന്നു അത്. അങ്ങനെ ആ അന്താളിപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. ഇയാളുടെ പേര് വാൾട്ടർ എന്നായിരുന്നു. വാൾട്ടർ പറയാണ്, നിങ്ങൾ എസ്തർ അല്ലേ? അതെ, ഞാൻ എസ്തർ തന്നെയാണ്. തോമസ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എസ്തർ പറയാണ്. അതായത് ഈ ബംഗ്ലാവിന്റെ ഓണറാണ് തോമസ് കേട്ടോ. പക്ഷെ അയാളെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു വാൾട്ടർ പറയാണ്, എസ്തർ ഒരു കാര്യം ചെയ്യും, അവരെല്ലാവരും വരാൻ കുറച്ച് സമയം എടുക്കും. അവിടെ ചെറിയൊരു ബാർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, വേണമെങ്കിൽ പോയിട്ട് 2 കഴിക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എസ്തർ പറയണ, ഏയ് വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് പോയിട്ട് കിടക്കണം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നേരെ മേലെ പോയി കിടന്നു എന്ന് വാൾട്ടർ പറയാണ്. പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം എസ്തർ നേരെ മുകളിലെ അവൾക്കായിട്ട് കൊടുത്ത റൂമിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തറിനെ കൂടാതെ വേറെയും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. തോമസിന്റെ തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആളാണ്. ആളൊരു ഡോക്ടറാണ്. അയാളുടെ പേര് ഐസക് എന്നാണ്. കുറെ നേരമായിട്ട് ഐസക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ നേരമായിട്ട് ആരും വരുന്നില്ല. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് പറയുന്നില്ല. അപ്പൊ ക്ഷമ നശിച്ച് അയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ സമയത്ത് വാൾട്ടർ അങ്ങോട്ടേക്ക് പറയാണ്, സാറേ നിങ്ങൾ വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറച്ചു നേരം കൂടെ നിങ്ങളൊന്ന് കാത്തിരിക്കണം എന്ന് പറയാം. എന്തായാലും ഇതിന് ശേഷം എസ്തറും അതുപോലെ തന്നെ ഐസക് എന്ന് പറഞ്ഞ ഇയാളും കൂടെ പരിചയപ്പെടുകയാണ് കേട്ടോ. എസ്തർ അവളുടെ പ്രൊഫഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഐസക്കും പറയാണ്, ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമതൊരാൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതും ഒരു ലേഡി ആയിരുന്നു. അവരുടെ പേര് മെർലിൻ എന്നാണ് കേട്ടോ. മെർലിൻ ആളൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. അവളും ഇപ്പൊ എസ്തറിനെയും ഐസക്കിനെയും പരിചയപ്പെടുകയാണ്. ഇതിനുശേഷം 4മതൊരാൾ കൂടെ വരുന്നുണ്ട്. ആളുടെ പേര് നോവ എന്നാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഏകദേശം 2 കോടിയോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവർ 4 പേരും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന വാൾട്ടർ പറയാണ്, മതി കുറെ നേരമായില്ല സംസാരിക്കുന്നത്, ഇനി എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് പോവാം. അവിടെ വന്നാൽ മനസ്സിലാവും നിങ്ങളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഇവർ 4 പേരും പോയിട്ട് ആ ഒരു ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. പക്ഷേ സ്ഥലം കാണിച്ചു കൊടുത്ത വാൾട്ടർ ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഇവർ 4 പേരും ഇവരുടെ പ്രൊഫഷനെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുകയാണ്. അതായത് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഐസക് ഇപ്പൊ നമ്മുടെ നോവയെ നോക്കിയിട്ട് പറയണേ, എടാ നീയൊക്കെ ചെയ്യുന്നത് എന്ത് ജോലിയാണ്, ചുമ്മാ പിള്ളേരെ പോലെ വീഡിയോ എടുത്ത് നടക്കുക, ബാക്കിയുള്ളവരെ വെറുപ്പിക്കുക, ഇതൊക്കെ ഒരു പണിയാണോടേ? അതിനൊക്കെ എന്റെ ജോലി. ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ആരാണ്, സമൂഹത്തിലേക്ക് എന്തൊരു വിലയാണ്. ഇത് കേട്ടപ്പോ ചിരിച്ചുകൊണ്ട് തന്നെ നോവ പറയാണ്, ശരിയായിരിക്കും, നിങ്ങൾക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഫെയിം അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? എത്ര ആൾക്കാർക്ക് തന്നെ അറിയാം. അതൊന്നും ഡോക്ടറെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വാൾട്ടർ കയറി വരുന്നത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചാവി ഉപയോഗിച്ച് റൂം ലോക്ക് ചെയ്ത് ആ ചാവി അയാൾ കീശയിലിടുകയാണ്. മാത്രമല്ല വാൾട്ടറിന്റെ കയ്യിൽ ഒരു ടാബും ഉണ്ടായിരുന്നു. ഇതിനുശേഷം വാൾട്ടർ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ 4 പേരുടെയും മറ്റാർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ എനിക്കറിയാം. അപ്പൊ ആ രഹസ്യങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്താലോ? ഇത് കേട്ടപാടെ എസ്തർ പറയണത്, നിങ്ങൾക്ക് പ്രാന്താണോ? ആള് വിളിച്ചു വരുത്തിയിട്ട് ചുമ്മാ അപമാനിക്കാൻ നോക്കുകയാണ്, എനിക്കൊന്നും ഇവിടെ ഇരിക്കാൻ നേരെയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വാതിലും തുറന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറങ്ങുന്നില്ല. കാരണം അത് ഓൾറെഡി ലോക്ക് ചെയ്ത് അതിന്
ചാവി ഇപ്പോൾ വാൾട്ടറിന്റെ കീശയിലാണ്. വളരെ കൂളായിട്ട് തന്നെ വാൾട്ടർ പറയാണ്, മാഡം എസ്തർ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. ചില വീഡിയോസ് അതുപോലെ തന്നെ ചില ഓഡിയോ അത് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഐസക് ഡോക്ടർ നിങ്ങളുടെ ഒരു ഓഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ ഒരു ഓഡിയോ, അതിന്റെ കണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ലണ്ടനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഐസക്. എന്നാൽ ഐസക് മറ്റാരും അറിയാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഭയങ്കര വേദന സഹിക്കുന്ന ഒരുപാടധികം പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാർ ഡോക്ടറുടെ അടുത്തേക്ക് വന്നാൽ അവർക്ക് ദയാവധം ഡോക്ടർ ചെയ്തു കൊടുക്കും. അപ്പൊ ഡോക്ടറിനോട് ഒരാൾ ആ ഒരു ഓഡിയോയിലൂടെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇപ്പൊ ഡോക്ടർ പറയുന്നത് എന്ത് തെറ്റ്? ഒരാൾ മരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊടുക്കുന്നു. ഇതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ മറ്റേയാൾ പറയുന്നത് ഡോക്ടറെ പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് വലിയ കുറ്റമല്ലേ? ഗവൺമെന്റ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഡോക്ടർ പറയണേ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതിനു മുന്നേ 8ഓളം പേരെ ഇതുപോലെ ദയാവധത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇത് കേട്ട ഡോക്ടറിന്റെ കണ്ണെല്ലാം ആകെ ചുവന്ന് തുടുക്കുകയാണ്. ചെറുതായിട്ട് കയ്യും കാലും വിറക്കാനും തുടങ്ങുന്നുണ്ട്. കാരണം ഈ ഓടി എങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു ഐസക് ഡോക്ടറിന്റെ കരിയറും ലൈഫും. ദയാവധം, അതിന്റെ പേര് ദയാവധം എന്നാണെങ്കിലും അതൊരു വധം തന്നെയാണ്. എന്നാൽ ഈ ഓഡിയോ കേട്ട സമയത്ത് ആരോടാണ് ഈ ഐസക് സംസാരിക്കുന്നതെന്ന് മറ്റാർക്കും മനസ്സിലായില്ല. എന്നാൽ കൂട്ടത്തിലെ എസ്തറിന് മാത്രം മനസ്സിലായി. അവൾക്ക് ചെറിയൊരു ഞെട്ടലും വരികയാണ്. അത് മറ്റാരുമല്ല, ഇവരെല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയ തോമസിന്റെ ശബ്ദമായിരുന്നു അത്. പക്ഷേ എസ്തറിന് മാത്രം എങ്ങനെയാണ് തോമസിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റിയത്? എസ്തറിന് നേരത്തെ തന്നെ തോമസിനെ അറിയോ? അറിയില്ല. മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു ഓഡിയോ എല്ലാം കേട്ട് ദേഷ്യം വന്ന ഐസക് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, മര്യാദക്ക് അത് ഓഫാക്കിക്കോ. ആരാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്? മര്യാദക്ക് ഇതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് പറയാം. ഇപ്പൊ വാൾട്ടർ പറയാണ്, ഐസക്കെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിനുശേഷം വാൾട്ടർ പ്ലേ ചെയ്യുന്നത് ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് മെർലിൻ, അതായത് മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മെർലിന്റെ വീഡിയോ ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ മെർലിന് ചെറിയൊരു അബദ്ധം പറ്റി. തന്റെ മകളെ നീന്തൽ പഠിപ്പിക്കാൻ എന്ന പേരിൽ സ്വന്തം മകളെ വെള്ളത്തിലേക്ക് അവർ തള്ളിയിട്ടു. അവൾക്ക് നല്ല പേടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ തള്ളിയിട്ടത്. അവള് നീന്തൽ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ ആ വെള്ളത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് മകളെ അവര് രക്ഷപ്പെടുത്തിയില്ല. കുറച്ചുനേരം വെള്ളത്തിൽ മുങ്ങി താന്നാലേ അവള് നീന്തി പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രക്ഷിച്ചില്ല. അവസാനം എന്താ സംഭവിച്ചത്? ആ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ മെർലിന്റെ മകൾ മുങ്ങി മരിക്കുകയാണ്. പിന്നീട് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഈ ഒരു കാര്യം ഒന്നും പുറത്തു വരാതെ മെർലിൻ ഇത്രയും കാലം ഈ ഒരു രഹസ്യം സൂക്ഷിച്ചു. പക്ഷെ ഈ വീഡിയോ അതിപ്പോ ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് മെർലിൻ ആകെ വിറക്കാൻ തുടങ്ങുകയാണ്. ഈ വീഡിയോ എങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെർലിന്റെ കരിയറും അതോടെ തീർന്നു. പിന്നീട് വാർത്ത വായിക്കാനായിട്ട് അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ആട്ടായിരിക്കും കിട്ടുക പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. ഇതും കഴിഞ്ഞ് മൂന്നാമതായിട്ട് പ്ലേ ചെയ്യുന്നത് നോവയുടെ വീഡിയോ ആണ്. അത് കുറച്ചധികം മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം ഈ നോവ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിൽ വെച്ച് ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം എന്ന് വെച്ചാൽ അത് തന്നെ സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ആകാംക്ഷ കാരണം അവൻ ആ ഒരു റൂമിലേക്ക് എത്തി നോക്കിയപ്പോൾ പെട്ടെന്ന് ആ റൂമിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് പോകണം, നീയും പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് അവനെ തള്ളി കയറ്റുകയാണ്. ഇപ്പൊ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് അത് മറ്റാരുമല്ല, ഇവർക്കെല്ലാം വേണ്ടി ഈ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്ന ഇവരുടെ മുന്നിൽ നിൽക്കുന്ന വാൾട്ടർ ആയിരുന്നു. ഇപ്പൊ ആ റൂമിന്റെ ഉള്ളിലേക്ക് പോയ നോവ തിരിച്ചു വന്നിട്ട് ഈ വാൾട്ടറിനോട് പറയണേ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, അതിനോടാണോ നിങ്ങൾ ഈ ചെയ്തതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു വാൾട്ടർ പറയണ, നല്ല അടിപൊളിയാണ്, നീ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവന് വീണ്ടും ആ റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ ഒരു ഡ്രഗ്സിന്റെ ലഹരിയിൽ നോവ പിന്നീട് എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. ഇതെങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു നോവയുടെ കരിയർ. പിന്നെ ആരെങ്കിലും അവന്റെ യൂട്യൂബ് ചാനൽ കാണുമോ? കാരണം അവന്റെ യൂട്യൂബ് ചാനലിലെ കുറേയധികം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാം കുട്ടികളാണ്. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അവൻ അകത്ത് പോയി കിടക്കേണ്ടിയും വരും. എന്തായാലും ആ ഒരു വീഡിയോ കണ്ട് നോവ തലയിൽ കൈവച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷം അവിടെ പ്ലേ ചെയ്യുന്നത് എസ്തറിന്റെ വീഡിയോ ആയിരുന്നു. അതൊരിച്ചിരി വൾഗർ ആയിരുന്നു കേട്ടോ. കാരണം എസ്തറും മറ്റൊരാളുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷന്റെ വീഡിയോ ആയിരുന്നു അത്. എല്ലാം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ വീഡിയോയിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നു മറ്റാരുമല്ല, ഇവരിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയ ഈ വീടിന്റെ ഓണർ ആയിട്ടുള്ള തോമസ് തന്നെയാണ്. ഈ തോമസും എസ്തറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു അവിഹിത റിലേഷൻ. ഈ എസ്തർ നേരത്തെ വിവാഹം കഴിച്ച ആളാണ്, ഭർത്താവ് കൂടെ ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് അവൾ പോയിരിക്കുന്നത്. അതിന്റെ പുറമെ ഈ നാട്ടിലെ മേയറുടെ PA ആണ്. എങ്ങാനും ഈ വീഡിയോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ എസ്തറിന്റെ ഭാവി, അവളുടെ ജോലി, അവളുടെ പൊളിറ്റിക്കൽ കരിയർ എല്ലാം തീരും. അങ്ങനെ 4 പേരും ചെവിയിൽ നിന്നും കിളിപാറി മുളക്കം വന്നങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഇവരെല്ലാവരെയും ഭയങ്കരമായ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നടക്കുന്നത്. ഈ വീഡിയോ ഇവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്ത വാൾട്ടർ ഉണ്ടല്ലോ, ആ ടാബ് അവിടെ വെച്ച് കീശയിലുണ്ടായിരുന്ന ഒരു ഗണ്ണെടുത്ത് നേരെ ഇയാളുടെ തലയിൽ വെച്ച് ഒരൊറ്റ പൊട്ടിക്കലാണ്. സ്പോട്ടിൽ തന്നെ ഈ വാൾട്ടർ മരിച്ചു പോകുന്നു. ഇതോടുകൂടിയിട്ട് ഇവർ 4 പേരും ശരിക്കും ഞെട്ടി എന്ന് പറയാം. ഇതൊരു തമാശക്കളിയല്ല, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏതോ വലിയ ട്രാപ്പിലാണ്
കത്തിലാണ് ഇവർ 4 പേരും വന്ന് പെട്ടേന്ന് ഇവർക്ക് ഇപ്പൊ മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് 4 പേർക്കും ഒരു ഐഡിയ ഇല്ല. പോരാത്തതിന് ഇപ്പൊ ഒരു ശവം കൂടെ. ഈ ശവത്തിന് ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഓരോരുത്തർക്കും സംശയം തോന്നുകയാണ്. അതായത് ഈ വീടിന്റെ ഓണറായിട്ടുള്ള തോമസ്, അവൻ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അവനായിരിക്കും ഈ വലിയ കെണിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടത്. ഇപ്പൊ ഡോക്ടർ ഐസക് നമ്മുടെ നോവയോട് പറയണ, അല്ല നീ ആ വാൾട്ടറിന്റെ കൂടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ, ഈ വാൾട്ടറിനെ നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. ഇപ്പൊ നോവ പറയണ, ആർക്കറിയാം, ആകെ 1-2 സെക്കൻഡാണ് ഞാൻ അയാളെ കണ്ടത്. പക്ഷേ ഡോക്ടറെ, ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ. നിങ്ങൾ ആ ഒരു തോമസുമായിട്ട് സംസാരിക്കുന്നത്, ആ ഓഡിയോ ഞങ്ങൾ എല്ലാവരും കേട്ടു. തോമസുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലേ? അപ്പൊ സത്യം പറ, നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും നടന്ന് വഴക്കുണ്ടാവുകയല്ലാതെ ഇതിനൊരു പരിഹാരമാവുന്നില്ല. എന്തായാലും ഇതിനുശേഷം ഫോൺ വിളിച്ച് ആരുടെങ്കിലൊക്കെ സഹായം ചോദിക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ റേഞ്ചും കിട്ടുന്നില്ല. ഇനിയിപ്പോ എങ്ങാനും പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നു കഴിഞ്ഞാലും പണിയാണ്. കാരണം വാൾട്ടറിന്റെ ബോഡി ഇവിടെ ഉണ്ട്, ആരാണ് അവനെ കൊന്നത്, എന്താണ് ഇവിടെ സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിനെല്ലാത്തിനും ഉപരി അവന്റെ ടാബിൽ ഇവരുടെ 4 പേരുടെയും രഹസ്യം അടങ്ങുന്ന വിവരങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡോക്ടർ ഐസക് പറയുന്നത്, ഒരു കാരണവശാലും പോലീസിനെ വിളിക്കേണ്ട, അത് വലിയ പ്രശ്നമാവും. ഇപ്പൊ എസ്തർ പറയണം, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ആദ്യം ഈ റൂമിന്റെ പുറത്തേക്ക് കിടക്കണം. അവളിപ്പോ മരിച്ചു കിടക്കുന്ന വാൾട്ടറിന്റെ കീശയിൽ നിന്നും ആ ചാവി എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് ഓരോരുത്തരും അവർക്ക് ആദ്യം കിട്ടിയ മുറി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ നേരത്തെ നോവ വെടിയേറ്റ് അവിടെ വീണെടുക്കുന്ന വാൾട്ടർ ഉണ്ടല്ലോ അവന്റെ ഗണ്ണെടുത്ത് കീശയിൽ വെക്കുന്നുണ്ട്. പിന്നീട് ഓരോരുത്തരും അവരുടെ മുറിയിലേക്ക് പോയപ്പോൾ മുറിയിൽ അവർക്കായിട്ട് ഓരോ കത്തുകൾ ഉണ്ടായിരുന്നു. ആ കത്തിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എസ്റ്ററിന്റെ കത്തിൽ, അത് നമ്മളെ കാണിക്കുന്നില്ല. എന്താണ് ഐസക്കിന്റെ കത്തിൽ, അതും നമ്മളെ കാണിക്കുന്നില്ല. എന്താണ് നോവയുടെ കത്തിൽ, അതും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ മെർലിന്റെ കത്തിൽ എഴുതിയ ഒരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ഏതോ ഒരാളെ കൊല്ലാൻ, ഷൂട്ട് ചെയ്യാനാണ് ആ കത്തിലൂടെ ഏതോ ഒരാൾ അവളോട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആരായിരിക്കും ഇവര് 4 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കളി കളിപ്പിക്കുന്നത്? അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും? പിന്നീട് ഇവര് 4 പേരും ഒരേ റൂമിലേക്ക് വരികയാണ്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച്. അപ്പൊ ഇവര് 3 പേരും പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ ഓണർ ആയിട്ടുള്ള ആ ഒരു തോമസ് തന്നെയായിരിക്കും. എന്നാൽ തോമസ് ആകാൻ വഴിയില്ല എന്ന് എസ്തർ പറയുന്നുണ്ട്. കാരണം എസ്തറും ഈ തോമസുമായിട്ട് ഓൾറെഡി ചെറിയൊരു പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് അയാളെ ഒറ്റയടിക്ക് തള്ളി പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇവരോട് വഴക്കിട്ട് എസ്തർ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എന്നാൽ അവളുടെ ആ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ്, ശരീരത്തിന്റെ ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോ എസ്തറിന് പിന്നാലെ ചെന്ന മെർലിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എസ്തറയെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ, നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്തിന് എസ്തർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ മെർലിന് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ മെർലിൻ പറയാണ്, ഇതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, നീ തൽക്കാലം ഇങ്ങോട്ടേക്ക് പോവാ. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ വഴക്ക് കൂടിയിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം നമ്മൾ പോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാവുള്ളൂ, നീ അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മെർലിൻ എസ്തറിനെയും കൂട്ടി അങ്ങോട്ട് പോവാണ്. ഈ നേരത്താണ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു റൂമിലായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണ്. എന്നാൽ അവളെ കൊണ്ട് സംസാരിക്കാനോ കൈകൾ അനക്കാനോ കാലുകൾ അനക്കാനോ ഒന്നും നടക്കാൻ പോലും കഴിയാത്തൊരു പെൺകുട്ടിയായിരുന്നു. ഒരു അനക്കവും ഇല്ലാതെ അവൾ ആ ഒരു വീൽ ചെയറിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പെൺകുട്ടിയെ കണ്ട് ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഡോക്ടർ ഐസക് വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവനായിട്ടും പാരലൈസ് ആയി പോയിട്ടുണ്ട്. വളരെ നിസ്സഹായ അവസ്ഥയിൽ അവൾ ആ ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ വീൽ ചെയറിന്റെ താഴെയായിട്ട് ഒരു കത്തുണ്ടായിരുന്നു. അത് ഇവരെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് തന്ന ജോലി ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പബ്ലിക് ആക്കുമെന്ന് പറയാം. ഇത് കേട്ട് ഇവർ 4 പേരും പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എസ്തർ ഒഴികെ ബാക്കിയുള്ള 3 പേരും ഈ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, എസ്തർ മാത്രം അവിടെ നിൽക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവളും ആ ഒരു മുറി വിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ നേരം 4 പേരും ആ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്കെതിരെയായിട്ടുള്ള ആ ഒരു വീഡിയോ ഓഡിയോ ഇതിന്റെ എല്ലാം ശബ്ദം ഉറക്കെ അവിടെ പ്ലേ ആവുകയാണ്. അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പ്ലേ ആവുന്ന സമയത്താണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഐസക്കിന്റെ ആ ഒരു ഓഡിയോ റെക്കോർഡ്, മെർലിന്റെ വീഡിയോയുടെ ആ ഒരു സൗണ്ട്, അതുപോലെ തന്നെ നോവയുടെ ആ ഒരു വീഡിയോയുടെ സൗണ്ട്, ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. എസ്തറിന്റെ വീഡിയോയുടെ സൗണ്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷ്വലോ ഒന്നും കാണാനില്ല. അതിനർത്ഥം എസ്തറിന് കൊടുത്ത ആ ഒരു ടാസ്ക് അവൾ കംപ്ലീറ്റ് ആക്കിയെന്നല്ലേ. എന്നാൽ അതിൽ ഇവർക്ക് എന്തോ സംശയം തോന്നുകയാണ്. എസ്തറും ഈ ഒരു കളിയുടെ ഭാഗമാണോ, ഇവരുടെ കൂടെ നിന്ന് ഈ എസ്തർ തന്നെയാണ് ഇവർക്ക് പണി കൊടുക്കുന്നത് എന്ന് വരെ ഇവർ വിചാരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് തന്നെ എസ്തർ കാര്യങ്ങൾ പറയാണ്. അതായത് ആ റൂമിൽ ചെന്നിട്ട് എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ആ കത്തിലുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അതായത് തോമസ് അയാളൊരു നല്ല ആളേ അല്ല. പല പെൺകുട്ടികളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതിലൊരാൾ മാത്രമാണ് ഞാൻ. പലതവണ പല പാർട്ടികളിലേക്ക് ഈ തോമസ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഡ്രഗ്സ് തന്ന് എന്നെ പല തവണയായിട്ട് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാര്യമാണ് ഞാൻ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്. ഇതായിരുന്നു എന്റെ ടാസ്ക്. എന്നാൽ സത്യത്തിൽ അത് മാത്രമായിരുന്നില്ല ആ കത്തിലുണ്ടായിരുന്നത്. കത്തിലുണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ എസ്തർ നീ നിന്റെ രഹസ്യം അല്ലെങ്കിൽ തോമസിന്റെ രഹസ്യം ഏതെങ്കിലും ഒരു കാര്യം മുകളിലുള്ള ആ ഒരു പെൺകുട്ടിയോട് പറയുക എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആരെങ്കിലും സ്വന്തം രഹസ്യം ആരോടെങ്കിലും പറയോ? ഇല്ലല്ലോ. എന്തായാലും എസ്തർ പറഞ്ഞത് തോമസിന്റെ രഹസ്യങ്ങളായിരുന്നു. പക്ഷേ നോവയ്ക്കൊരു സംശയം, ഇത്ര പെട്ടെന്ന് നീ നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഓഡിയോ വീഡിയോ ഇത് മാത്രം ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ആയിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണോ? നീയും ഈ കളിയുടെ ഭാഗമല്ലേ? സത്യം പറ എസ്തറെ, ഞങ്ങൾക്ക് അത് അറിയണമെന്ന് പറയണേ. ഇതേ നേരം എസ്തർ പറയണേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്റെ ടാസ്ക് കഴിഞ്ഞു, ഞാൻ പോവാണ്. ഇതും പറഞ്ഞ് അവള് പോവാൻ നിൽക്കുമ്പോൾ നോവ പറയണ, ആഹാ
ആഹാ നീ പോവുമല്ലേ, നീി പോകുന്നത് എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് നോവ ആ ഒരു ഗണ്ണെടുത്ത് ഒളിപ്പിച്ച് വെച്ചായിരുന്നല്ലോ, ആ ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുകയാണ്. അനങ്ങിയാ ഞാൻ വെട്ടിവെക്കുന്നു പറയാം. 4 പേരും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ 4 പേരുടെ പ്രശ്നങ്ങളും തീരാതെ നീ ഇവിടുന്ന് പോകില്ല എന്ന് എസ്തറിനോട് നോവ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ എസ്തറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുനോക്കിയ ആ ഒരു ടാക്സി ഉണ്ടല്ലോ, അയാളിപ്പോ ബംഗ്ലാവിന്റെ പുറത്ത് വന്ന് നിന്ന് ബെല്ലടിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും ആരെങ്കിലും വാതിൽ തുറക്കാതിരുന്നാൽ ചിലപ്പോ അയാൾ പോലീസിനെ വിളിച്ചാലോ. കൂടുതൽ പ്രശ്നമാകേണ്ട എന്ന് കരുതിയിട്ട് ഇപ്പൊ നോവ എസ്തറിനോട് പോയിട്ട് വാതിൽ തുറക്കാൻ പറയാണ്. എന്നാൽ അതേ നേരം തന്നെ വാതിലിന്റെ ഒരു ഭാഗത്തായിട്ട് ഗണ്ണ് പിടിച്ച അവനുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം എസ്തർ പറഞ്ഞാൽ അപ്പൊ തന്നെ അവളെ ഷൂട്ട് ചെയ്യുന്ന നോവ പറയാണ്. അതുകൊണ്ട് തന്നെ ആ വന്ന ആള്, അതായത് ടാക്സി ഡ്രൈവർ, അയാളോട് ചിരിക്കാനും പറ്റില്ല, ദേഷ്യപ്പെടാനും പറ്റില്ല, ഒരു വികാരവും കാണിക്കാൻ പറ്റില്ല. എന്നാലും പല്ല് കടിച്ചു പിടിച്ച് എസ്തർ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താടോ നിങ്ങൾക്ക് വേണ്ടത്, എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ ആള് പറയണത്, അത് പിന്നെ മേഡം നിങ്ങളുടെ ഒരു സാധനം കാറിൽ വെച്ച് മറന്നായിരുന്നു, അത് തരാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നാ പിന്നെ അത് താന്ന് പറഞ്ഞിട്ട് അതും മേടിച്ച് എസ്തർ ഉള്ളിലേക്ക് പോകണം. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവർ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് എസ്തർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ ഐസക് നോവയോട് പറയാണ്, ഗണ്ണ് കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് എന്തും ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ട, അതുപോലെ തന്നെ നീ കാണിച്ചത് വലിയ മണ്ടത്തരാന്ന് പറയും. ഇപ്പൊ ആ ഒരു ഗണ്ണെടുത്തുകൊണ്ട് തന്നെ നോവ ഡോക്ടറുടെ നേരെ ചൂണ്ടിയിട്ട് പറയാണ്, അതിന് ഞാൻ എന്ത് മണ്ടത്തരാ കാണിച്ചെന്ന് പറയുന്നത്? അപ്പൊ ഡോക്ടർ പറയാണ്, നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ത് മണ്ടത്തരാ നീ കാണിച്ചതെന്ന്. ആ ഗണ്ണ് ഉപയോഗിച്ചല്ലേ വാൾട്ടർ സ്വയം വെടിവെച്ച് മരിച്ചത്, ആ ഗണ്ണിലല്ലേ നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവര് ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഫിംഗർ പ്രിന്റ് എല്ലടാ മണ്ട അവർക്ക് കിട്ടുക. ഞാനായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ നീ ആ ഒരു ഗണ്ണ് വെച്ച് തന്നാലും ഞാനത് പിടിക്കില്ലായിരുന്നു. എനിവേ എന്തായാലും നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കാണിക്ക്, എനിക്ക് എന്തായാലും എനിക്ക് തന്ന ടാസ്ക് പൂർത്തിയാക്കിയാൽ മതിയാവുള്ളൂ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഇതും പറഞ്ഞ് ഇപ്പൊ ഡോക്ടർ ഐസക് മുകളിലേക്ക് പോകണം. അയാളുടെ കൂടെ തന്നെ മെർലിനും പോകുന്നുണ്ട്. കാരണം മെർലിനും എങ്ങനെയെങ്കിലും അവൾക്ക് കിട്ടിയ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ എസ്തർ പോയിട്ട് നോവയോട് പറയണേ, നോവ എനിക്കറിയാം എത്രത്തോളം ടെൻഷൻ നിനക്ക് ഉണ്ടാവുമെന്ന്, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വിചാരിക്കുന്നത് പോലെ ഈ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാനല്ല നിങ്ങളെ ട്രാപ്പിലാക്കിയത്, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് പറഞ്ഞൊരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. വാ നമുക്ക് നിനക്ക് എന്താ ടാസ്ക് കിട്ടിയത് അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാന്ന് പറയണം. എന്നാൽ നോവയ്ക്ക് കിട്ടിയ ആ ഒരു കത്തിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഒരു ബൈബിൾ വചനമായിരുന്നു. അവന്റെ പാപം അത് അവൻ തന്നെ തീർക്കാന്ന് പറഞ്ഞിട്ട്, ചെയ്ത പാപം അവന്റെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം അവൻ കണ്ടെത്തണം. ആദ്യം അതെന്താണെന്ന് നോവയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഇപ്പൊ എസ്തറും ഉണ്ട്. ഇതേ നേരം തന്നെ മുകളിൽ, അതായത് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയ ഡോക്ടർ ഐസക് അവളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അതുപോലെ ഞാൻ പറയുന്നതും നീ കേൾക്കുന്നുണ്ടാവുമല്ലോ, അതിന് മറുപടി നീ എനിക്ക് തരണം. പക്ഷെ എനിക്കറിയാം നിനക്ക് സംസാരിക്കാനോ തലയാട്ടാനോ കഴിയില്ല, എന്നാൽ നിനക്ക് നിന്റെ കണ്ണുകൾ ചലിപ്പിക്കാൻ കഴിയും. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അത് എസ് എന്നാണെങ്കിൽ 1 വട്ടം കണ്ണ് ചിമ്മുക, നോ എന്നാണെങ്കിൽ 2 വട്ടം കണ്ണ് ചിമ്മുക. ഇതുപോലെ ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ 1 വട്ടം കണ്ണ് ചിമ്മുകയാണ്. അതിനർത്ഥം ഈ രീതിയിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ അവൾ ഓക്കെയാണ്. ഇതേ നേരം തന്നെ ആ പെൺകുട്ടി അവളുടെ കണ്ണുകൾ കൊണ്ട് താഴേക്ക് കാണിക്കുന്നുണ്ട്. അതായത് ആ വീൽ ചെയറിന്റെ ഭാഗത്തായിട്ട് മറ്റെന്തോ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി ഇപ്പോൾ ഡോക്ടർ ഐസക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അയാൾ ആകെ ഷോക്കായി പോയി. അതിനു പുറമെ അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമവും വരികയാണ്. എന്തായിരിക്കും അപ്പൊ ആ ഒരു പെട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവുക? ഇതിനുശേഷം നോവയെ കാണിക്കുകയാണ്. അവനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തമില്ല. ഇപ്പൊ അവന്റെ അടുത്തേക്ക് മെർലിൻ വരുന്നുണ്ട്. നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നോവ ഒരു കാര്യം പറയുന്നുണ്ട്, അത് പിന്നെ മാഡം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട കാര്യം ഉണ്ടല്ലോ, അതിൽ പാതി സത്യമേ ഉള്ളൂ, പാതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങളെല്ലാം കരുതുന്നത് പോലെ ആ പെൺകുട്ടിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവിചാരിതമായിട്ട് ഞാൻ ആ റൂമിലേക്കൊന്ന് കയറിപ്പോയി, അത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അന്ന് ആ റൂമിൽ കണ്ടത് ഇന്ന് ഈ വീടിന്റെ മുകളിൽ തീരെ വയ്യാതെ കിടക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവളെയാണ്. ഞാൻ അവളൊന്ന് തൊട്ടു നോക്കുക പോലും ചെയ്തിട്ടില്ല. ആ മുറിയിൽ കയറി എന്നല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് നോവ പറയാണ്. അതായത് നമ്മൾ വിചാരിച്ചതുപോലെ നോവ ഒരു ചൈൽഡ് അബ്യൂസർ അല്ല. പക്ഷേ ഇവർക്ക് വേണ്ടി ഈ വീഡിയോ ഓഡിയോ ഇതെല്ലാം പ്ലേ ചെയ്ത വാൾട്ടർ, അയാൾ ഒരു ചൈൽഡ് അബ്യൂസർ ആണ്. അയാളാണ് അന്ന് നോവയുടെ മുന്നിൽ വെച്ചിട്ട് മുകളിൽ വയ്യാതെ കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് മര്യാദയില്ലാതെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മെർലിൻ പറയാണ്, എന്തായാലും ഇതിനുള്ള പരിഹാരം നീ തന്നെ കാണ്, എനിക്ക് എന്റെ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയാണ്. അതായത് ഈ നോവയുമായിട്ട് സംസാരിച്ചതിന് ശേഷം മെർലിന് അവളുടെ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മുകളിൽ ആ പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ ഐസക്കിനെ കാണിക്കുകയാണ്. അതായത് അയാൾക്ക് എന്തോ ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് ചെയ്യാനായിട്ട് ഇയാളെ കൊണ്ട് പറ്റുന്നുമില്ല. ഈ നേരത്ത് അങ്ങോട്ടേക്ക് എസ്തർ വരികയാണ്. എസ്തർ ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു നോട്ടത്തിൽ നമ്മുടെ ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലായി. എസ്തറിന് നേരത്തെ തന്നെ ഈ പെൺകുട്ടിയെ അറിയാം. പിന്നീട് ഡോക്ടർ നിർബന്ധിച്ച സമയത്താണ് എസ്തർ ആ രഹസ്യം പറയുന്നത്. അതായത് ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന എന്താ, തോമസ് ആണ് ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ തോമസിന്റെ മകളാണ് ഈ ഇരിക്കുന്ന പെൺകുട്ടി. ഇത് കേട്ട് ഡോക്ടർ ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും അപ്പൊ തോമസ് അല്ലേ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? എന്താണ് അയാളുടെ ലക്ഷ്യം? രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നിന്ന് അവർ പോകുന്നുണ്ട്. ഇതിനുശേഷം ആ റൂമിലേക്ക് നമ്മുടെ നോവ വരികയാണ്. അവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. തല കുനിച്ചാണ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവളുടെ അടുത്തേക്ക് വന്ന പാടനെ ക്ഷമ ചോദിക്കുകയാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അന്ന് ആ റൂമിലേക്ക് ഞാൻ വന്ന സമയത്ത് നിന്നെ രക്ഷിക്കണമായിരുന്നു. എനിക്ക് എന്ത് വന്നതിന് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏത് മരുന്നാണോ ഞാൻ അടിച്ചു കയറ്റിയത് എനിക്ക് വ്യക്തമായിട്ട് എന്താന്ന് പോലും ഓർക്കാൻ കഴിയുന്നില്ല അന്ന് ആ റൂമിൽ സംഭവിച്ചത് എന്താണ്. പക്ഷെ ഞാൻ നിന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് എന്നോട് പുറത്തു തരണമെന്ന്
പറയണം. കാരണം നോവ വിചാരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു, അവളെ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. പക്ഷെ ആ ഒരു ഒടുക്കത്തെ ലഹരിയുടെ ഉപയോഗം കാരണം അവനെ കൊണ്ട് അതിന് പറ്റിയില്ല. എന്നാൽ അന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഇനി എന്തൊക്കെ റിസ്ക് എടുത്തിട്ടായാലും ശരി, നിന്നെ രക്ഷപ്പെടുത്തിയിട്ടല്ലാതെ ഈ ബംഗ്ലാവിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയില്ലാന്ന് ആ പെൺകുട്ടിക്ക് നോവ വാക്ക് കൊടുക്കുകയാണ്. എന്ത് റിസ്ക് എടുത്തായാലും ശരി അവൾ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. എന്നാൽ ഈ പെൺകുട്ടി തോമസിന്റെ മകളാണ് എന്നുള്ള കാര്യമൊന്നും നോവയ്ക്ക് അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല ഇതൊക്കെ ചെയ്യുന്നത് തോമസ് തന്നെയാണോ എന്ന്. പിന്നീട് കുറച്ചു നേരം അവളുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവളുടെ കൂടെ ഇപ്പൊ നമ്മുടെ നോവ ഒരു സെൽഫി എടുക്കുകയാണ്. ആ നേരത്ത് അവളുടെ കണ്ണുകൾ കൊണ്ട് നോവയെ അവൾ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം ഇപ്പം മനസ്സിലായില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിനുശേഷം വീണ്ടും അവിടെയുള്ള ആ ഒരു സ്പീക്കറിലൂടെ ഓരോ ശബ്ദങ്ങൾ പ്ലേ ആവുന്നുണ്ട്. എന്നാൽ ഇത്തവണ അതിൽ നോവയുടെ ആ ഒരു വീഡിയോയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. അതായത് അവന് കൊടുത്ത ആ ഒരു ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. എന്നാൽ ഈ സമയത്താണ് ഇവർ വേറൊരു കാര്യം കാണുന്നത്. നോവ എടുത്തു വെച്ച വാൾട്ടറിന്റെ ആ ഒരു ഗണ്ണുണ്ടല്ലോ, അതിപ്പോ ഈ മെർലിൻ എടുക്കുകയാണ്. അതായത് അവൾക്ക് കൊടുത്ത ടാസ്ക് ഒരാളെ കൊല്ലണമെന്നായിരുന്നു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്ന്. യഥാർത്ഥ കുറ്റവാളി ആരാണോ അവനെ കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യഥാർത്ഥ കുറ്റവാളി ആരാണ്? വാൾട്ടർ ആണ്. വാൾട്ടർ ആണല്ലോ ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതും. അത് നോവയോട് സംസാരിച്ച സമയത്ത് മെർലിന് പൂർണ്ണമായിട്ടും മനസ്സിലായി. സോ ഇപ്പൊ നോവ എടുത്തു വെച്ച ആ ഒരു ഗണ്ണെടുത്ത് അവളിപ്പോ വാൾട്ടറിനെ ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ നോവ പറയണത് അത് അബദ്ധമാണ്, കാണിക്കരുത്, നിങ്ങൾ പെട്ടുപോകുന്നു പറയണം. എന്നാൽ ഇതൊന്നും നോക്കാതെ മെർലിൻ പറയണേ, ഇല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ഒരു കരിയർ ഉണ്ടാവില്ല. ഇതും പറഞ്ഞ് വാൾട്ടറിനെ ഒരു 4-5 തവണ അതിലെ ബുള്ളറ്റ് തീരുന്നത് വരെ മെർലിൻ ഷൂട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം വീണ്ടും ഒരു ഓഡിയോ പ്ലേ ആവുകയാണ്. എന്നാൽ ഇത്തവണ ഡോക്ടർ ഐസക് അയാളുടെ ശബ്ദം മാത്രമേ പ്ലേ ആവുന്നുള്ളൂ. ബാക്കിയുള്ള 3 പേരും അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഐസക് ഇപ്പോഴും ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് കംപ്ലീറ്റ് ആക്കിയാലേ അവന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവന്റെ ഈ ഒരു ഓഡിയോ എല്ലായിടത്തും ലീക്ക് ആവും, അവന്റെ ലൈഫ് തന്നെ സ്പോയിലർ ആയി പോകും. എന്നാൽ എന്താണ് ഐസക്കിന് കിട്ടിയ ഒരു ടാസ്ക് എന്ന് അവൻ നേരത്തെ തന്നെ എസ്തറിനോട് പറഞ്ഞായിരുന്നു. ഇപ്പൊ എസ്തറിന്റെ ഉള്ളിൽ ഒരു പേടി വരികയാണ്. എസ്തർ എന്താ ചെയ്തതെന്നറിയോ? അവള് വേഗം മുകളിലേക്ക്, അതായത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവളുടെ ആ ഒരു വീൽ ചെയറും തള്ളിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. മോളെ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം, ഇനി ഇവിടെ നിന്നാൽ നിന്റെ ജീവൻ ആപത്താണെന്ന് പറയാം. എന്നാൽ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഡോക്ടർ ഐസക് വരികയാണ്. മിക്കവാറും ചിലപ്പോൾ ഡോക്ടർ ഐസക്കിന് കിട്ടിയ ടാസ്ക് ആ പെൺകുട്ടിയെ കൊന്നുകളയാനായിരിക്കണം. രക്ഷപ്പെടാനായിട്ട് അയാൾ ചിലപ്പോൾ അവസാന മാർഗം എന്നോണം അയാൾ അത് ചെയ്തു എന്നും വരാം. ഇപ്പോ ആ കുട്ടിയുമായിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് ഡോക്ടറിന്റെ മുന്നിൽ പെട്ടുപോയല്ലോ. ഡോക്ടർ ഇപ്പോ എസ്തറിനെ അടിച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് എസ്തർ വീണ്ടും ആ കാര്യം സ്വപ്നത്തിൽ കാണുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ സമയത്ത് ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് പോലെ അവളൊരു ഇലൂഷൻ കണ്ടായിരുന്നല്ലോ, അതിന്റെ ബാക്കി ഭാഗം. ആ സമയത്ത് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അവൾ പ്രണയിക്കുന്ന ആളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, തോമസ് ആയിരുന്നു. തോമസ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എനിക്കൊരു ഭാര്യയും മകളുണ്ട്, എനിക്ക് മകളെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ എന്റെ ഭാര്യ എനിക്ക് താല്പര്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കും, ഡിവോഴ്സ് ചെയ്യും, അതിനുശേഷം എന്റെ ലൈഫിലേക്ക് നിനക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തോമസും എസ്തറും തമ്മിൽ റിലേഷനിലാവുന്നത്. ഇതിനുശേഷം പെട്ടെന്ന് എസ്തർ കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ ഒരു ചെയറിൽ കെട്ടിവെച്ചിരിക്കുക. അതുപോലെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി, അതായത് ഈ ഐസക്കിന് കിട്ടിയിരിക്കുന്ന ടാസ്ക് അത് ഈ പെൺകുട്ടിയെ കൊല്ലാനാണ്. എന്നാൽ നോവയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ മെർലിനും പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ഈ ടാസ്ക് ചെയ്യല്ലേ, ഇത് മഹാപാപമാണ്, രക്ഷപ്പെടാനായിട്ട് എന്തും ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറല്ലേ എന്നൊക്കെ ഐസക്കിനോട് പറയുമ്പോൾ ഈ ഐസക്ക് പറയാണ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഞാൻ എന്തൊരു വല്ല മൃഗമാണോ, എന്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോകുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ ടാസ്ക്, നോവ നിനക്ക് വെറൊരു മാപ്പ് പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ മെർലി നിനക്ക് ചത്ത് കിടക്കുന്ന അവനെ പോയിട്ട് വെടിവെച്ചാൽ മതിയായിരുന്നു, പിന്നെ എസ്തർ നിനക്ക് നിന്റെ കള്ള കാമുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ ചെയ്യേണ്ട കാര്യം, എനിക്ക് കിട്ടിയ ടാസ്ക് അത് നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പെൺകുട്ടിയെ കൊല്ലാനാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. എന്നാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ആ പെൺകുട്ടിയോട് സമ്മതം ചോദിക്കും, എന്നിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഐസക്ക് ചോദിക്കുകയാണ്, മോളെ ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് യെസ് എന്നാണെങ്കിൽ 1 വട്ടം കണ്ണെടുക്കുക, അല്ലെങ്കിൽ 2 വട്ടം കണ്ണെടുക്കുക. ഇവിടെ വെച്ച് ഞാൻ നിന്നെ ദയാവധം ചെയ്യാൻ വേണ്ടി പോവാണ്. മോൾക്ക് ഇനി ഒരു ലൈഫ് മുന്നോട്ടേക്ക് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിന് മോൾക്ക് താല്പര്യമുണ്ടോ, സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ എസ്തർ അവളുടെ കണ്ണ് ഒറ്റൊരു പ്രാവശ്യം ചിമ്മാണ്. അതായത് അവൾക്ക് താല്പര്യമുണ്ട് മരണപ്പെടാൻ. ഇത് കണ്ട നോവയും മെർലിനും എസ്തറും ഇവര് 3 പേരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നോവ തന്നെ ഒന്നുകൂടെ പോയി ചോദിക്കുകയാണ്, സത്യം പറ മോളെ നിനക്ക് സമ്മതമാണോ മരിക്കാനായിട്ട്? അവള് വീണ്ടും 1 തവണ മാത്രം കണ്ണെടുക്കുകയാണ്. അങ്ങനെ ഇവർക്ക് 4 പേർക്കും മനസ്സിലായി അവൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ഇതുപോലെ എന്താ പറയാ, ചിലപ്പോൾ ഉള്ളിൽ അവൾ വേദന സഹിക്കുന്നുണ്ടാവും, എന്നാൽ അത് പറയാൻ വരെ അവൾക്ക് കഴിയുന്നില്ല. അപ്പൊ അതിനേക്കാൾ നല്ലത് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആ ദയാവധം തന്നെയല്ലേ. അങ്ങനെ ആ ഒരു പെട്ടി അത് അയാൾ എടുക്കുകയാണ്. അതായത് എസ്തർ അവളുടെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നല്ലേ, ദയാവധം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽ മരുന്നുകളായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഐസക് ഓരോ മരുന്ന് എടുക്കുകയാണ്, അത് മിക്സ് ചെയ്യാൻ നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടിയിട്ട് പാവം ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് അത് പതിയെ ഇൻജെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യാതൊരു താല്പര്യമില്ലാതെയാണ് ഐസക് ഈ കാര്യം ചെയ്യുന്നത്. ബാക്കിയുള്ള 3 പേർക്കും ഒന്ന് സംസാരിക്കാൻ വരെ തോന്നില്ല, പൂർണ്ണമായ നിശബ്ദത. അതേ നേരം പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് ആ മരുന്ന് കയറി കഴിഞ്ഞ് പതിയെ അവൾ
മരണത്തിലേക്ക് വീഴുകയാണ്. അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം. ആ സമയത്ത് ഡോക്ടർ അറിയാതെ കരഞ്ഞു പോവാണ്. പിന്നീട് കുറച്ചു നേരത്തെ ആ നിശബ്ദതയ്ക്ക് ശേഷം ഇവർ നാലുപേരും തീരുമാനിക്കുകയാണ്, എല്ലാം കഴിഞ്ഞല്ലോ, ടാസ്ക് കംപ്ലീറ്റ് ആയല്ലോ, ഇനി ഇവിടുന്ന് പോകാം. ഈ സമയത്താണ് വളരെ യാദൃശികമായിട്ട് എസ്തർ ഒരു കാര്യം കാണുന്നത്. ഈ മെർലിൻ ഉണ്ടല്ലോ, അവരുടെ ബാഗിൽ ഒരു വലിയ ഡപ്പി മരുന്ന്. അല്ല, എന്തിനായിരിക്കും ഇവരിങ്ങനെ വലിയൊരു ഡപ്പി മരുന്നുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഒരു ചെറിയ സംശയം തോന്നി എസ്തർ വേഗം ആ ഒരു മരുന്നെടുത്ത് ഡോക്ടറോട് ഇതെന്ത് മരുന്നാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് വായിച്ചു നോക്കി ഡോക്ടർ പറയാണ്, അത് പിന്നെ പാരലൈസ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു തരം മരുന്നാണിത്. ഇത് കേട്ട സമയത്ത് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പാരലൈസ് ആയ ആൾക്ക് കൊടുക്കുന്ന മരുന്നോ? അങ്ങനെയാണെങ്കിൽ മെർലിൻ ആരാണ്? മെർലിൻ മറ്റാരുമല്ല, ഈ മരിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അമ്മ തന്നെയാണ്. കാര്യം മനസ്സിലായോ? കഥയുടെ ട്വിസ്റ്റ് എന്താന്ന് മനസ്സിലായോ? ഈ മെർലിൻ തന്നെയാണ് ഇവരെ മൂന്നുപേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നടക്കുന്ന ഈ എല്ലാ കാര്യത്തിന്റെ പിന്നിലും മെർലിൻ തന്നെയാണ്. എന്നാൽ എന്തിനാണ് മെർലിൻ ഇതൊക്കെ ചെയ്യുന്നത്? ഇതറിയണമെങ്കിൽ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാനുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ മെർലിനും അതുപോലെ തന്നെ തോമസും പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. മാത്രമല്ല തോമസിന് വലിയൊരു മീഡിയ കമ്പനിയുണ്ട്. അവന്റെ ഭാര്യയായിട്ടുള്ള മെർലിന് അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് വരാനുള്ള കഴിവുണ്ടായതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലേക്ക് മെർലിൻ എത്തുന്നുണ്ട്. പക്ഷെ തോമസ് മറ്റൊരു കാര്യം മുന്നിൽ കണ്ടിട്ടായിരുന്നു മെർലിന് ആ ജോലി കൊടുത്തത്. കാരണം അവൾ എപ്പോഴും കമ്പനിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ട് നടക്കും. ആ നേരത്തെ തോമസിന് എന്ത് ചെയ്യാം? എസ്തറിനെ പോലെ ഓരോ പെൺകുട്ടികളെയും വളച്ച് അയാൾക്ക് അങ്ങനെ ലോകം ചുറ്റി നടക്കാം. ആ സമയത്ത് തോമസിനും അതുപോലെ തന്നെ ഈ മെർലിനും ഒരു മകളുണ്ടായിരുന്നു. ഇപ്പൊ മരിച്ചുപോയില്ലേ ആ പെൺകുട്ടി തന്നെ. അവളുടെ പേര് എൽസ എന്നാണ്. ഇന്ന് കാണുന്നത് പോലെ അവൾ വീൽ ചെയറിലൊന്നും ആയിരുന്നില്ല അന്ന്. വളരെ ഉഷാറായിട്ട് തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടി. ഒരു ദിവസം ഇവരുടെ വീട്ടിൽ വെച്ച് വലിയൊരു ബിസിനസ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മെർലിൻ പറഞ്ഞു, മോൾ എന്തായാലും പുറത്തേക്ക് വരേണ്ട, റൂമിൽ പോയിട്ട് ഇരുന്നു എന്ന് പറയാം. താഴെ പാർട്ടി നടക്കുകയാണ്. ഇതേ നേരം തന്നെ എൽസ അവളുടെ മുറിയിലായിരുന്നു. ആ സമയത്ത് അവളുടെ ഫോണിൽ അവളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബറുടെ വീഡിയോ. ആ യൂട്യൂബർ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ നോവയായിരുന്നു. നോവയെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഫുൾ ടൈം അവന്റെ വീഡിയോ കണ്ടിരിക്കലാണ് ഇവളുടെ പരിപാടി. കുറെ നേരം കഴിഞ്ഞ് ഒന്ന് മടുത്തപ്പോ അവള് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ കാര്യം മെർലിൻ കണ്ടു. അപ്പൊ മെർലിൻ അവളോട് ചൂടാവാണ്, നിന്നോട് പറഞ്ഞല്ലേ മുകളിൽ തന്നെ ഇരുന്നാൽ മതി, താഴേക്ക് വരണ്ട എന്ന്. അതുപോലെ തന്നെ മെർലിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു മകളെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടില്ലേ, അങ്ങനെ ആ ഒരു കുട്ടി മരിച്ചുപോയില്ലേ, അതൊക്കെ ശരിക്കും നടന്നത് തന്നെയാണ്. അതായത് ഈ മെർലിൻ എന്ന് പറയുന്നത് അത്യാവശ്യം കർക്കശക്കാരിയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അവിടെ വെച്ച് ഇപ്പോൾ മെർലിൻ എൽസയെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വാൾട്ടർ വരികയാണ്. ഈ വാൾട്ടർ മറ്റാരുമല്ല, തോമസിന്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു. ഇപ്പൊ വാൾട്ടർ വന്നിട്ട് മെർലിനോട് പറയാണ്, മെർലിൻ നീ വെറുതെ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, തൽക്കാലം ഇവിടുന്ന് പോ, ഞാൻ ഇവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ വാൾട്ടർ ഇപ്പൊ നമ്മുടെ എൽസയുമായിട്ട് സംസാരിക്കുകയാണ്. ഇതിനിടയിൽ അവൾക്ക് കുടിക്കാനായിട്ട് വാൾട്ടർ ഒരു ബിയറും കൊടുക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ തന്നെ വാൾട്ടർ ആ ബിയറിൽ ഒരു പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നല്ലേ, കൂട്ടുകാരന്റെ മകളാണെങ്കിലും ഈ എൽസയോട് വാൾട്ടർക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എന്നെങ്കിലും അവൾ ഉപയോഗിക്കണം എന്നൊരു ദുരാശ ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ബിയർ കുടിച്ച് പാതി മയക്കത്തിലേക്ക് പോയ ആ ചെറിയ പെൺകുട്ടിയെ അവൻ അവിടെ വെച്ച് തന്നെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യാണ്. ഇതൊന്നും അവൾ ആരോടും പറയില്ല എന്നുള്ളൊരു വിശ്വാസം വാൾട്ടറിനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൻ താഴേക്ക് പോയ സമയത്ത് ഈ വിഷമം നമ്മുടെ എൽസയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. സ്വന്തം അച്ഛനെ പോലെ കണ്ടിരുന്ന അച്ഛന്റെ സുഹൃത്ത് ആ മനുഷ്യൻ അവളോട് അങ്ങനെ ചെയ്തപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ മുകളിൽ നിന്നും അവൾ താഴേക്ക് എടുത്തു ചാടി മരിക്കാൻ വേണ്ടി തന്നെ. പക്ഷെ അവൾ മരണപ്പെട്ടില്ല കേട്ടോ. അവളുടെ നട്ടലിന് ചതവേറ്റ് പൂർണ്ണമായിട്ടും അവൾ പാരലൈസ് ആയിപ്പോയി. ഒരു കാരണവശാലും ഇനി എൽസിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ എത്രത്തോളം കാലം ജീവനോടെ ഉണ്ടോ അത്രയും കാലം അവൾ ഇങ്ങനെ തന്നെയായിരിക്കും. മകൾക്ക് സംഭവിച്ച ഈ കാര്യം അത് നേരിട്ട് കണ്ട മെർലിൻ ആകെ തകർന്നു പോവാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മെർലിൻ അവിടെ വെച്ച് എല്ലാവരോടും പറയുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും മകൾക്ക് മറ്റൊരു ലൈഫ് ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളെ ദയാവധം ചെയ്യാനായിട്ട് ഡോക്ടർ ഐസക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഇതിന് പിന്നിൽ വേറൊരു പ്ലാനിങ് ഒന്നുമില്ല. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഓഡിയോ ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് വിടാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് ഇത് ആരോടും പറയാതിരുന്നാൽ മാത്രം മതി. ഈ കളിയിൽ നിങ്ങളുടെ റോള് കഴിഞ്ഞു, നിങ്ങൾ പൊയ്ക്കോന്ന് പറയണം. ഇപ്പൊ ഡോക്ടർ ഐസക്കെ ഇവിടുന്ന് പോവാണ്. എന്നാൽ കഥ അത് ഇനിയും തീർന്നിട്ടില്ലല്ലോ. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഒന്നുകൂടെ കാണിക്കുകയാണ്. അതായത് മകൾക്ക് ഇങ്ങനെയെല്ലാം പറ്റിയല്ലോ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ. ആ സമയത്ത് ഡോക്ടർ ഇപ്പോൾ തോമസിനെയും മെർലിനെയും വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ഒരു 3 കാര്യം പറയുന്നുണ്ട്. 3 പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മനസ്സ് കല്ലാക്കി വേണം ഈ കാര്യങ്ങൾ കേൾക്കാനെന്ന് അവരോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മകളുടെ രക്തത്തിൽ ഡ്രഗ്സിന്റെ അളവ് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് അത് അവൾ കുടിച്ചതല്ല, അവളെ കൊണ്ട് അത് ആരോ കുടിപ്പിച്ചതാണ്. അതിനുശേഷം പാതി മയക്കത്തിൽ കിടന്ന എൽസയെ അയാൾ നന്നായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ചെറിയ പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ. ഇനി 3ാമത്തെ കാര്യം, അവൾക്ക് ഇനി ഒരു ലൈഫില്ല. ശരീരം പൂർണ്ണമായിട്ടും പാരലൈസ് ആയി കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് പറയണം. ഇത് കേട്ട മെർലിൻ ആകെ തകർന്നു പോവാണ്. അവിടെ വെച്ച് തേങ്ങി കരയാണ്. പക്ഷെ തോമസിന് അത്ര വിഷമമുള്ളതായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ചു നേരം മുന്നേ നടന്ന മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിക്കുകയാണ്. അതായത് ഈ വീടിന്റെ മുകൾ ഭാഗത്തെ റൂമിൽ എൽസയെ പൂട്ടി വെച്ചായിരുന്നല്ലോ ആ വീൽ ചെയറിൽ. അതിനിടയിൽ നോവ വന്ന് അവളോട് ക്ഷമ പറയുകയും അവളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതും കഴിഞ്ഞതിന് ശേഷം ആരും കാണാതെ മെർലിൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് മകളോട് ഒരുപാട് തവണ ക്ഷമ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം മോളെ, നിങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വളരെയധികം സ്ട്രിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങ് ചെയ്തത്. പക്ഷേ അതെനിക്ക് പറ്റിയ വലിയ തെറ്റാണ്. ആ തെറ്റിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് ഈ ഇരിക്കുന്ന നീ. ഞാൻ
മരിക്കുന്നത് വരെ ഈ വേദനയൊന്നും എന്നെ വിട്ട് പോയില്ല മോളെ. എനിക്ക് നിനക്കായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ കൂടെ നിനക്ക് സെൽഫി എടുക്കാനും പറ്റിയില്ല. ഈ നേരത്ത് ഈ അവസ്ഥയിൽ നിനക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഈ അമ്മയെ കൊണ്ട് സാധിപ്പിച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് കരയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് താഴേക്ക് പോയിട്ടാണ് മെർലിൻ ദേഷ്യം തീരാഞ്ഞിട്ടും ഗൺ ഉപയോഗിച്ച് വാൾട്ടറിന്റെ നെഞ്ചത്തേക്ക് അതിലെ ബുള്ളറ്റ് മുഴുവൻ വെട്ടിവെച്ച് കയറ്റുന്നത്. എന്തായാലും ഇതിനു ശേഷം ഇപ്പോൾ ഈ മെർലിൻ നമ്മുടെ നോവയോട് സംസാരിക്കാൻ അവനോട് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട. അന്ന് നീ കയറിപ്പോയ ആ റൂമിൽ എന്റെ മകളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അന്ന് എന്റെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടിയിലേക്കല്ല നീ അന്ന് വന്നത്. മറ്റേതോ ഒരു പാർട്ടിയിൽ വെച്ചാണ് നീ വാൾട്ടറിനെ കണ്ടത്. നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷേ നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ വേണ്ടി, എന്റെ മകളുടെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുപോലെ നിനക്ക് പറ്റിപ്പോയ ആ ഒരു ചെറിയ തെറ്റുണ്ടല്ലോ, നീ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഏതാ കുട്ടിയെന്ന് എനിക്കറിയില്ല, ആ കുട്ടിയെ രക്ഷിക്കായിരുന്നു വാൾട്ടർ എന്ന ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും. പക്ഷെ എന്തൊക്കെയായാലും നിന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റൊന്നും വന്നിട്ടില്ല. നീ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം നീ ചെയ്യുകയും ചെയ്തു. എന്റെ മോൾക്കതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പൊ മനസ്സിലായില്ലേ നോവ എന്തുകൊണ്ടാണ് എൽസയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവളൊരു വല്ലാത്ത രീതിയിൽ നോവയെ നോക്കിയെന്ന്. അവൾക്ക് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും നോവയുടെ റോളും ഇവിടെ വെച്ച് കഴിഞ്ഞല്ലോ, അവനോട് ഇവിടുന്ന് പോകാൻ പറയാം. ഇതിനുശേഷം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് എൽസയുടെ ആ അപകടത്തിന് ശേഷം തോമസ് പൂർണ്ണമായിട്ടും അവന്റെ ലൈഫിൽ നിന്നും മെർലിനെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. അവന് പ്രത്യേക ഇഷ്ടമൊന്നും മെർലിനോടില്ല. അതുകൊണ്ട് തന്നെ അവളോട് ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ മോളുടെ കാര്യമൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാന്ന് പറയണം. എന്നാൽ ആ സമയത്ത് മെർലിൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തോമസിനോട് പറയുന്നുണ്ട്. എടാ, ആരാന്നറിയോ ഇതൊക്കെ ചെയ്തത്? നിന്റെ കൂട്ടുകാരൻ, നിന്റെ പാർട്ട്ണർ ആ വാൾട്ടറാണ് നമ്മുടെ മകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. എന്നാൽ തോമസ് പറയണത് എനിക്കത് ഒറ്റയടിക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല, മതിയായ തെളിവുകളൊന്നും ഇല്ലാതെ ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയണം. സത്യം പറഞ്ഞാൽ തോമസ് കണ്ണടക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, അവരുടെ ഒരു വലിയ ബിസിനസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പാർട്ട്ണറാണ് വാൾട്ടർ. വാൾട്ടർ എങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് ചിലപ്പോൾ തകരാൻ സാധ്യതയുണ്ട്. പരനാറിയായിട്ടുള്ള ഈ തന്ത ആ സമയത്ത് നോക്കിയത് ഇയാളുടെ ബിസിനസ് സമ്പത്ത് മാത്രമാണ്. തന്റെ മകളുടെ കാര്യത്തിൽ അയാൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാൽ അത് അങ്ങനെ വിട്ട് കളയാൻ മെർലിൻ തയ്യാറായിരുന്നില്ല. എല്ലാ തെളിവുകളും മെർലിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ തെളിവുകളുമായിട്ട് വാൾട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നീ എല്ലടാ ഇതൊക്കെ ചെയ്തേന്ന്. അപമാനിക്കപ്പെട്ട് തലയും താഴ്ത്തി അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്നും ആരും അറിയില്ല എന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. എന്നിട്ട് ഈ വാൾട്ടറിനോട് പറയാണ്, ഇതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. എന്നാൽ നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറയുന്ന 3 പേരെ തോമസിന്റെ ആ ഒരു ബംഗ്ലാവിലേക്ക് നീ കൊണ്ടുവരണം എന്ന് പറയണം. ഒന്ന് എസ്തർ, പിന്നെ ഡോക്ടർ ഐസക്, അതുപോലെ തന്നെ യൂട്യൂബർ ആയിട്ടുള്ള നോവ. ആ 3 പേരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വാൾട്ടർ തന്നെയാണ്. അവനെ കൊണ്ട് തന്നെ അത് മെർലിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ ജോലിയും കഴിഞ്ഞ് അവൻ പോവാൻ നിൽക്കുകയാണ്. നീ പറഞ്ഞ ജോലി ഞാൻ ചെയ്തില്ലേ, ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ വാൾട്ടറിനോട് രഹസ്യമായിട്ട് തന്നെ മെർലിൻ ഒരു കാര്യം പറഞ്ഞു. നീ അങ്ങനെ പോവേ, എന്റെ മകളെ ഒരു ജീവച്ഛവമാക്കി ഇട്ടിട്ട് നീ അങ്ങനെ പോവേ, ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഞാനൊരു ടാബ് നിന്റെ കയ്യിൽ ഇപ്പൊ തരും. ആ ടാബുമായിട്ട് നീ ഡൈനിങ് ഹാളിലേക്ക് വരിക. അതിൽ ഒരു ഓഡിയോ ഉണ്ട്, 3 വീഡിയോ ഉണ്ട്. നീ അത് അവിടെ വെച്ച് പ്ലേ ചെയ്യണം. അതിനിടയിൽ എന്നെ അറിയുന്നത് പോലെ യാതൊരു രീതിയിലും നീ പെരുമാറാൻ പാടില്ല. അതുപോലെ തന്നെ 4 എണ്ണവും പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗണ്ണ് തരും. അത് വെച്ച് നീ സ്വയം വെട്ടിവെച്ച് മരിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നീ ഇനി എന്നെ കൊന്നാലും ശരി, നീയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു പോകും. ചെറിയ പെൺകുട്ടികളോട് താല്പര്യമുള്ള നിന്റെ ഈ സ്വഭാവ വൈകല്യം ഇത് നാട്ടുകാർ മുഴുവൻ അറിയും, നിന്റെ കുട്ടികൾ അറിയും, നിന്റെ ഭാര്യ അറിയും. എന്നാൽ അവിടെ വെച്ച് നീ സ്വയം വെടിവെച്ച് മരിക്കുകയാണെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. നിന്റെ സ്വഭാവ വികൃതങ്ങൾ ഇതൊന്നും ആരും അറിയില്ല. നീ വെടിവെച്ച് മരിച്ചു എന്ന് മാത്രമേ വാർത്തയിൽ വരുള്ളൂ. പക്ഷേ മറിച്ചാണെങ്കിൽ ഇനിയുള്ള ലൈഫ് മുഴുവൻ നിനക്ക് നരകമായിരിക്കും. അപമാനിക്കപ്പെട്ട് നീ ജീവിക്കേണ്ടി വരും. അങ്ങനെ വാൾട്ടറിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെയാണ് വാൾട്ടറിനെ കൊണ്ട് അവിടെ വെച്ച് അവനെ കൊണ്ട് തന്നെ സ്വയം ഷൂട്ട് ചെയ്ത് മരിപ്പിച്ചത്. സോ ഈ കാര്യങ്ങളൊക്കെ എസ്തറിന് മനസ്സിലായി. അതുപോലെ തന്നെ എസ്തറിനെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മരിക്കുന്നതിന് മുന്നേ തന്റെ മകളോട് പറയണമായിരുന്നു അവളുടെ അച്ഛൻ ഒരു കഴിവേറിയായിരുന്നു എന്ന്. അവളെ നോക്കിയത് അവളുടെ അമ്മ മാത്രമായിരുന്നു എന്ന്. അവളുടെ അച്ഛന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് എസ്തറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയാണ് മെർലിന്റെ പ്ലാനിന്റെ അവസാനത്തെ ഭാഗം. നമ്മുടെ എസ്തറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ കാറിൽ ഇപ്പോൾ ഒരാൾ കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ് ഈ രാത്രി സമയത്ത്. മറ്റാരുമല്ല, തോമസ്. ഇവിടെ നടന്ന കാര്യമൊന്നും തോമസിന് അറിയില്ല. അയാളിപ്പോ വേഗം തന്നെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന വാൾട്ടർ. ഒന്നും ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ ടേബിളിൽ കിടക്കുന്ന ഗണ്ണ്. ഇപ്പൊ ആ ഒരു ഗണ്ണെടുത്ത് ഇപ്പൊ തോമസ് മുകളിലേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ എസ്തറിനോട് മെർലിൻ പറയുന്നുണ്ട്, നീ പുറത്തേക്ക് പോവരുത്. കാരണം നീ വിചാരിക്കുന്നത് പോലെ ഒരു നല്ല ആളെയല്ല ഈ തോമസ്, ചതിയനാണ്. അയാളുടെ ഫോണിൽ ഞാൻ കണ്ടതാണ് നിന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ. എന്നാൽ ഈ ഒരു നേരത്ത് മെർലിന്റെ കൂടെ നിൽക്കാൻ എസ്തർ തയ്യാറായിരുന്നില്ല. കാരണം ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൂം വിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഭാഗത്ത് ചെറിയൊരു ഇരുട്ടായിരുന്നു. ഇതേ നേരത്താണ് അങ്ങോട്ടേക്ക് തോമസ് വന്നത്. ഇരുട്ടത്തിൽ ആൾ ആരാണെന്ന് വ്യക്തമാവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ആ ഒരു റിഫ്ലക്സ് ആക്ഷനിൽ തോമസ് എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് എസ്തറിനെ ഷൂട്ട് ചെയ്യാം. സ്പോട്ടിൽ തന്നെ എസ്തർ മരണപ്പെട്ടു പോവാണ്. പിന്നീട് 1-2 ദിവസം കഴിഞ്ഞു. എന്താണ് അവിടെ അവസാനം സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പൊ മെർലിനെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെർലിൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനും എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചത്. നമ്മൾ ആരും അറിയാത്ത ഒരു മുഖം അയാൾക്ക് ഉണ്ടായിരുന്നു. ബേസിക്കലി തോമസ് ഒരു പക്ക സൈക്കോയാണ്. എസ്തർ എന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ അയാളുടെ പാർട്ട്ണർ ആയിട്ടുള്ള വാൾട്ടറെയും വേറെയും ചില ആൾക്കാരെ അയാൾ
അങ്ങോട്ട് വിളിച്ചുകൊണ്ട് തന്നു. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഭ്രാന്തമായ ഓരോ കാര്യങ്ങൾ അയാൾ ചെയ്യിപ്പിച്ചു. അവസാനം അയാളുടെ പാർട്ട്ണറെയും എസ്തർ എന്ന ആ പാവം പെൺകുട്ടിയും അയാൾ വെട്ടിവെച്ച് കൊന്നുകളഞ്ഞു. ഞാനത് കണ്ടതാണ്. അതായത് എല്ലാം കൂടെ കഥയുടെ അവസാനം തോമസിന്റെ തലയിൽ കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ്. 2 കൊലക്കേസിലെ പ്രതിയാണ് ഇപ്പൊ തോമസ്. പുറമെ സ്വന്തം മകൾ പാരലൈസ് ആയി കിടക്കുന്ന സ്വന്തം മകളെ കൂടെ തോമസ് കൊന്നിട്ടുണ്ട്. ആ കുറ്റം കൂടെ അയാളുടെ തലയിൽ ഇട്ടുകൊടുത്തു. അയാൾ അത് അർഹിക്കുന്നുണ്ട്. കാരണം സ്വന്തം മകളെ ഈ അവസ്ഥയിലാക്കിയ കൂട്ടുകാരനോട് പുറത്തു കൊടുത്ത് അയാൾ പിന്നെയും കൂടെ കൂട്ടി നടക്കുന്ന ഈ തന്തയൊക്കെ പിന്നെ വേറെ എന്താ ചെയ്യേണ്ടതല്ലേ? കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് തന്നെ അയാൾക്ക് അത് തന്നെ വേണമല്ലേ? ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നല്ല ബുദ്ധിയുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അയാൾക്ക് എന്ത് ക്രൈം വേണമെങ്കിൽ ചെയ്യാം. അതിൽ നിന്നും അയാൾക്ക് പുറത്തേക്ക് വരാം. മറ്റൊരാളെ അതുപോലെ പെടുത്താനും പറ്റും. ഇവിടെ മെർലിന് തന്റെ ഭർത്താവിനോടും വാൾട്ടറിനോടും എല്ലാവരോടും പ്രതികാരം ചെയ്യണമായിരുന്നു. പക്ഷേ എസ്തറിനെ കൊല്ലുക എന്നുള്ളത് അവളുടെ പ്ലാനിൽ ഉള്ള കാര്യമായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നാൽ ഈ പ്രതികാരം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ പോയി കിടക്കാനൊന്നും മെർലിന് പറ്റില്ലായിരുന്നു. വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു കഥ? ഇഷ്ടമായോ? അപ്പൊ ഇതുപോലെയുള്ള കഥകളുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.